ഹലോ, ഇന്ന് നമ്മൾ ഈ ക്ലോത്ത് വെച്ചിട്ടായിട്ട് നമ്മളുടെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആക്കാൻ പോണേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വർക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റിന് നമ്മളുടെ മെഷർമെൻറ്റൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. 6 ഇഞ്ചാണ് നമ്മളുടെ ഷോൾഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേട്ടോ ആം റൗണ്ടിന് നമ്മൾ 6 ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കാണാം കേട്ടോ. 9.5 ഇഞ്ചാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ നമുക്ക് സീം അലവൻസ് ഇത്ര വേണ്ടിച്ച് അതും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് എടുക്കുന്നത് ഒരു 15.5 ഇഞ്ചിലാട്ടോ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതുകൂടെ വരച്ചു കൊടുക്കാം. വേസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുള്ളത് 8.5 ഇഞ്ചാണ്. നമ്മളുടെ വീഡിയോ ഇതുപോലെ കുറച്ച് കട്ടായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിട്ട് മനസ്സിലാവാത്ത. അപ്പോൾ 8.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നമുക്ക് ഫ്രണ്ടിൻ്റെ നെക്ക് നമുക്കൊരു 6 ഇഞ്ച് എടുക്കാം കേട്ടോ. കുറച്ച് ഒന്ന് ഇറങ്ങി കിടന്നോട്ടെ. നല്ല ബോഡ് നെക്കായിട്ടല്ല ചെയ്യണത്, റൗണ്ട് നെക്കായിട്ടാണ്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 3 ഇഞ്ചായിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി അടുത്തതായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആം റൗണ്ട് നമ്മൾ കുഴിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതാണ് ഇനി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിത് ഈ ഒരു കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് ആം റൗണ്ട് വരച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 2 നെക്ക് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഭാഗത്ത് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ, നമ്മളുടെ ഷോൾഡർ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ലൈനിങ്ങിലാണ്. ക്രേപ്പാട്ടോ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ നമുക്ക് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണ്ടേ ആം റൗണ്ട് നമുക്ക്. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ നെറ്റ് ക്ലോത്തും അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ ക്ലോത്തും കൂടെ രണ്ടും കൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമുക്കിനി സ്ലീവിൻ്റെ കട്ടിങ്ങിലേക്ക് വരാം. സ്ലീവിന് വേണ്ടി ഞാൻ എന്താ ഇവിടെ 9.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫുൾ സ്ലീവാട്ടോ വേണ്ടത്. അപ്പോൾ ഇതിന് 21 ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 22.5 ഇഞ്ചായിട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മളിത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ചൊരു റഫായിട്ട് കുത്തുന്ന പോലത്തെ നമുക്ക് ഇട്ടാൽ ഭയങ്കര ഒരു അൺകംഫർട്ടായിട്ട് നിൽക്കും ഈ ക്ലോത്ത്. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു നെറ്റിൻ്റെ വേറൊരു സെയിം നെറ്റ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാണ് നമ്മൾ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെയിം നെറ്റ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മളുടെ ജോർജറ്റിൻ്റെ സെയിം കളർ നെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കിത് ചെറിയൊരു കളർ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഈ കറക്റ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതുകൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ താഴേക്ക് വേണ്ട ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ജോർജറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 4ആയിട്ട് മടക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 12 ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കിത് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത്ത് എത്ര വേണ്ടത് വെച്ചാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 33 ഇഞ്ചാട്ടോ. അപ്പോൾ അതുകൂടെ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതാണ് നമ്മൾ താഴത്തേക്ക് നമ്മളുടെ ഈ ഒരു ടോപ്പിൻ്റെ താഴത്തേക്ക് വെക്കുന്ന ഒരു പോർഷനാട്ടോ ഇത് വരുന്നത്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേറെ ലൈനിങ് ഒന്നും കൊടുക്കണില്ല. ഇത് ചെയ്യാൻ പോകണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്ലിറ്റഡ് ടോപ്പില്ലേ അതുപോലെയായിട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് മേലേക്ക് ഒരു ക്രോപ്പ് ടോപ്പ് വരും, അതിന് താഴേക്ക് കുറച്ച് ലെങ്ത്തിൽ ഇതും വരും കേട്ടോ. അതുകൊണ്ടാണ് ഈ 33 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതിന് സ്കേർട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ നമ്മളുടെ അരവണ്ണം ഈ ഒരു കോണ് പോലെ 4ആക്കി മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അരവണ്ണത്തിൻ്റെ 4/1 ഭാഗത ഇതുപോലെ ഈ ഒരു കോണിന് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് കറക്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ കോൺ ഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ള ലെങ്ത്ത് എത്രയാണ് കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ റൗണ്ടായിട്ട് അതൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വേസ്റ്റ് അളവ് എത്രയാണോ അതിനോട് 6.28 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവില്ലേ, അതാണ് നമ്മളിവിടെ വരച്ച് കൊടുത്താൽ കറക്റ്റായിട്ടും നമുക്ക് നമ്മളുടെ ആ ഒരു വേസ്റ്റ് റൗണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റായിരുന്നു കേട്ടോ. ഇതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് ഇങ്ങനെയും കട്ട് ഇതാണ് കുറച്ചും കൂടി എളുപ്പം. മറ്റേത് നമ്മൾ ഡിവൈഡൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് താഴേക്കുള്ള ഭാഗവും കട്ട് ചെയ്തിട്ട് ബാക്കി കാണാം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 37 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്ത് ആയിട്ടുള്ള ജോർജറ്റും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കാം.
ഇവിടെ നമുക്ക് ഇങ്ങനൊരു ചെറിയൊരു പാർട്ട് കിട്ടുമല്ലോ, നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ അംബ്രല്ല കട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസ് ആയിട്ട് ബാക്കി കിടക്കുന്ന ഭാഗം ഉണ്ടാവില്ലേ, അത് നമുക്ക് എവിടെയാണോ നമ്മളുടെ അംബ്രല്ല കട്ടിൽ ഇനിയും ക്ലോത്ത് വേണ്ടത് അവിടെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് നമുക്ക് അംബ്രല്ല കട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ജോർജറ്റില്ല കേട്ടോ, മറ്റേത് ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് ബെൽറ്റ് വേണം. അപ്പോൾ അതാട്ടോ ഇത് ഞാൻ ക്രേപ്പ് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്, ജോർജറ്റ് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ഇത് ലൈനിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കണം. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇത് കട്ട് ചെയ്തിട്ടെടുക്കണം. എനിക്കിതിൻ്റെ വേസ്റ്റ് അളവ് വേണ്ടത് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 15 ഇഞ്ചും പ്ലസ് നമ്മളുടെ സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അങ്ങനെ 16 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുകൂടെ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഇത് ഞാൻ ചെയ്യണത് നമ്മളുടെ ആ ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. നമ്മളിതിന് നമുക്ക് ബെൽറ്റിന് നമുക്ക് 1.5 ഇഞ്ചാണ് ഞാൻ ബെൽറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ലെങ്ത്ത് എടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ 5 ഇഞ്ചായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ ഒരു 5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റിന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ നെറ്റ് ക്ലോത്തും പിന്നെ നമ്മളുടെ ഒരു ജോർജറ്റ് മെറ്റീരിയലില്ല, രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അതിന് ശേഷമാണ് ഞാൻ ക്രേപ്പും കൂടെ വെച്ചിട്ട് നമ്മൾ മറച്ചിട്ട് നമ്മളുടെ നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാ നമ്മളുടെ ക്രേപ്പ് മെറ്റീരിയലും കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബാക്ക് പാർട്ടാട്ടോ ചെയ്യണത് ഫസ്റ്റായിട്ട്. എന്നിട്ട് ഇതും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഇതാ നമ്മളത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാനിവിടുത്തെ നമ്മളുടെ ഒരു ഫ്രണ്ട് പോർഷനും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഒരു സീം അലവൻസ് ഒന്നും കാണാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് രണ്ട് ഭാഗവും ഒരുമിച്ച് നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കത് മടക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പറയണത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോയിൽ ജസ്റ്റ് നോക്കി നോക്കൂ, കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമ്മളുടെ സീം അലവൻസ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ക്ലോത്ത് ഫിനിഷിങ്ങോടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 4 സൈഡും വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുത്താൽ മതി. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കണില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ സ്ലീവ്. അപ്പോൾ സ്ലീവും കൂടെ നമ്മളുടെ നെറ്റ് വെച്ചിട്ട് നമ്മളങ്ങനെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാറ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 സ്ലീവും കൂടെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്ലീവാണ് ആദ്യം ജോയിൻ ചെയ്യണം. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ജോയിൻ ചെയ്യേണ്ട, കാരണം നമുക്ക് താഴത്തേക്ക് വെക്കാനുള്ള ഒരു പീസും കൂടെ വെക്കാണ്ടിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വെച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റും കൂടെ വെച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ പീസ് സ്ലിറ്റഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡും നമ്മൾ ഈ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കുള്ള റെഫറൻസിലുണ്ടായിരുന്ന പിക്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മേലത്തെ ഭാഗത്തില്ലേ അവിടെ നിന്ന് തന്നെയാണ് സ്ലിറ്റ് തുടങ്ങിയിരുന്നത്. പക്ഷേ ഇവർക്ക് കുറച്ച് താഴെന്ന് സ്ലിറ്റ് വേണം പറഞ്ഞിട്ട് കുറച്ചും കൂടെ താഴത്തേക്ക് അടിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് നോർമൽ ചുരിദാറിന് അടിക്കണ പോലെ സ്ലിറ്റഡായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ബാക്കി സ്റ്റിച്ചിങ് പിറ്റേ ദിവസമാണ് എടുത്തത്, അതുകൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ സ്ലിറ്റ് രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഭാഗം കൂടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ടോപ്പിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിയും.
അടുത്തതായിട്ട് നമുക്ക് സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബെൽറ്റിനുള്ള പീസായിട്ടത് ഞാൻ ക്യാൻവാസൊക്കെ വെച്ചിട്ട് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ക്രേപ്പ് മെറ്റീരിയലാണ് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ജോർജറ്റ് മെറ്റീരിയലും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഇത് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ 4 ഭാഗത്തും അടിച്ചെടുക്കാം കേട്ടോ. സ്കേർട്ടിൻ്റെ താഴത്തെ പോർഷനാണിത്. ഇത് ലൈനിങ്ങും നമ്മളുടെ ജോർജറ്റും കൂടെ കറക്റ്റ് രണ്ടും കൂടെ പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റ് ഇതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ബാക്ക് പോർഷനിൽ മാത്രമായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഒരു സെൻറ്റർ ഉണ്ടാവില്ലേ, അത് സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ശേഷം നമുക്ക് അവിടെ ഇത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഊരിയെടുത്തിട്ട് എന്നിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എന്താ അവിടുത്തെ സ്റ്റിച്ചൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷനത്തെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് മാത്രമല്ല വേണ്ട. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊരു എളുപ്പപ്പണിയായിട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് പിന്നെ ഫ്രണ്ട് പോർഷൻ വേറെ 2 സെപ്പറേറ്റ് പീസായിട്ട് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആ 2 സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മളുടെ ഈ സ്കേർട്ടിൻ്റെ എല്ലാ പരിപാടിയും കഴിയും. ഈ ഒരു ഡ്രസ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സീക്വൻസ് റോളും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടാതെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് മാത്രം വർക്കിനിട്ട് നിന്ന് കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലുക്ക് എങ്ങനെയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമുക്ക് എപ്പോഴും പാർട്ടി വെയർ ആയിട്ട് കുറച്ച് സിമ്പിളായിട്ടൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.